ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷ സ്പേസ്. നാളെ തിരുവാതിരയാണല്ലോ. അപ്പോൾ തിരുവാതിരയ്ക്ക് പറ്റുന്ന ഒരു തിരുവാതിര പുഴുക്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത്. തിരുവാതിരയ്ക്ക് മാത്രമല്ല, അല്ലാത്തപ്പോഴും പുഴുക്ക് കഴിക്കാൻ നമ്മൾ മലയാളികൾക്ക് ഇഷ്ടമാണല്ലോ. ചമ്മന്തി കൂട്ടിയോ അച്ചാർ കൂട്ടിയോ ഒക്കെ നമുക്ക് ഈ പുഴുക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഇതൊക്കെയാണ്: ചേന, കൂർക്ക, ചേമ്പ്, മധുരക്കിഴങ്ങ്, കപ്പ. ഇത്രയാണ് ഉള്ളത്. ഇത് തന്നെ മഞ്ഞൾ ചേർത്തും ചേർക്കാതെയും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അതനുസരിച്ച് കളറിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ ഓരോ ജില്ലയ്ക്കും ഓരോ തരം ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതനുസരിച്ച് കുക്കിങ്ങിലൊക്കെ ചെറിയ വ്യത്യാസം കാണും. അപ്പോൾ ഞാൻ ആദ്യം എൻ്റെ കയ്യിലുണ്ടായിരുന്ന 5 കിഴങ്ങുകളും മുറിച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് വെച്ചേക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നിറയെ ഒന്നും വെള്ളം വേണ്ട, ജസ്റ്റ് ഒന്ന് നികക്കാനുള്ള വെള്ളം മാത്രം മതി. കഷ്ണം വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പം ഞാനിവിടെ തേങ്ങ, പച്ചമുളക്, ജീരകം, ചെറിയുള്ളി, പിന്നെ വേണമെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അരയരുത്, പുഴുക്കിന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചതക്കിയല്ലേ ഉള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്ന് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പം കഷ്ണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉടച്ചൊന്ന് നോക്കാം. ചില സമയത്ത് ഈ കഷ്ണങ്ങൾക്ക് നല്ല വേവ് കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് നോക്കുക. അപ്പോൾ വേവായിട്ടില്ല എന്ന് തോന്നിയാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കുക്കർ ഒന്നും കൂടി അടച്ച് വെക്കുക. ഞാനിവിടെ വിസിലിട്ടല്ല വേവിക്കുന്നത്, വെറുതെ അടച്ച് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ അടച്ച് വയ്ക്കാം. എനിക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, അല്ലാതെ തന്നെ വെള്ളം ഉണ്ട് അതിനകത്ത്. ഇനി ഒന്നുകൂടി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതിന് അരപ്പിട്ട് കൊടുക്കാം. പുഴുക്ക് കുഴഞ്ഞിരിക്കണമെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ വെള്ളം നല്ലോണം വറ്റിയിട്ട് അരപ്പ് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇനി ഇതിൽ അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മധുരക്കിഴങ്ങിൻ്റെ കളറാണ് ആ ഓറഞ്ച് കളർ വരുന്നത്. അപ്പോൾ വെന്ത കഷ്ണങ്ങളെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഉടച്ച് ചേർക്കുക. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉടച്ചാൽ മതി, അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നല്ല ഡ്രൈ ആയിട്ടാണ് എടുത്തേക്കണം, അതിലൊട്ടും വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ആ അരപ്പൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കുക. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ ഒരു സ്വല്പം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി അരപ്പിട്ട ശേഷം ഒന്നുകൂടി നന്നായിട്ട് എല്ലാം ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അരപ്പൊക്കെ നന്നായിട്ട് മിക്സായിട്ട് നമ്മുടെ പുഴുക്ക് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുക്കാം, അത്രയേ ഉള്ളൂ. പുഴുക്ക് റെഡിയായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ലാസ്റ്റ് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് അടച്ച് വയ്ക്കാം. അതൊരു നല്ല ടേസ്റ്റാണ് അതിന്. തിരുവാതിര പുഴുക്കിനെ എട്ടങ്ങാടി എന്ന് പറയും. അത് 8 വിഭവങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതിനകത്ത് കായ, വൻപയറൊക്കെ ചേർക്കും. ഞാനതൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ ഈ പുഴുക്ക് നല്ല ടേസ്റ്റാണ്. നിങ്ങൾ തിരുവാതിര നോക്കണമെന്നില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. നമ്മുടെ കിഴങ്ങുകളും ഈ തേങ്ങയും അരപ്പും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചമ്മന്തി കൂട്ടിയോ അച്ചാർ കൂട്ടിയോ ഒക്കെ നമുക്ക് കഴിക്കാം. ഡിന്നറിനോ വൈകിട്ട് ചായക്കോ ഒപ്പമൊക്കെ ഉണ്ടാക്കാവുന്ന നല്ലൊരു ഹെൽത്തി ഐറ്റമാണ്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് നിഷ സ്പേസ്.